ഇതൊരു മാനുഫാക്ചർ യൂണിറ്റ് ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെ വേണമെങ്കിലും അവർക്ക് തീരുമാനിക്കാം. അവരെ തീരുമാനത്തിനനുസരിച്ചാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ് മഹാഗണി ട്രീറ്റഡ് വുഡ് ആണ്. ഇതിന്റെ ബാക്ക് പാനൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് WPC ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ബാക്ക് പാനൽ കസ്റ്റമൈസേഷൻ അതാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. മഹാഗണി, അതേപോലെ തന്നെ ടീക്ക് വുഡ്, ഫോറസ്റ്റ് ടീക്ക്, ഹാഷ് വുഡ്, ബീച്ച്, ഹോക്ക്, കരിവാക, ഇതാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. ഈ കംപ്ലീറ്റും ഈ ഒരു പ്രൊജക്റ്റിലേക്കുള്ള ഫർണിച്ചർ, ഒരു വീട്ടിലേക്കുള്ള സാധനങ്ങളാണ്. ഓക്കെ, ട്രീറ്റ് ചെയ്ത വുഡാണ്. അതെ, അതാണ് വെയിറ്റ് കുറച്ച്. ഇതില് മോയ്സ്ചർ കണ്ടന്റ് ഇല്ല, ഫുള്ള് ഡ്രൈ ആയി. അത് കെമിക്കൽ ചെയ്ത് ട്രീറ്റ് ചെയ്ത് വന്ന വുഡാണ്. ഇതിന്റെ സാൻഡിങ് ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും. നമ്മൾ ചെയ്യുന്ന കാർപ്പൻ്റർ ഫിനിഷില് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടാവും. ഡൈനിങ് ടേബിളിന്റെ ടോപ്പാണ്. അഥവാ ഇനി ഇതിന്റെ മുകളിൽ മാർബിൾ ടോപ്പാണ് വരിക. അതിന്റെ ഒരു ബേസ് ആണ്. ഇത് HDF വുഡ് മിക്സ് ആണ്. മിക്സ് ചെയ്ത് കസ്റ്റമർ എന്താണോ പറയുന്നത് അതിനനുസരിച്ചാണ് കോസ്റ്റ് കാര്യങ്ങളൊക്കെ അവർക്ക് ബാലൻസ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യമാണ് നമ്മളോട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇവിടെ ഈ ഒരു പ്രൊഡക്ഷൻ ഒക്കെ കണ്ട് കസ്റ്റമർ ഡയറക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവർ ഇവിടെ തന്നെ എടുക്കുള്ളൂ. അതെ, എന്തായാലും അവർ ഇവിടെ തന്നെ എടുക്കുള്ളൂ. ഇതൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം അവരുടെ വർക്ക് ക്വാളിറ്റി എന്തായാലും ഫിനിഷ്. നിങ്ങളുടെ വീടിന് ഏതാണോ ആപ്റ്റ്, ഏത് മോഡലാണോ നിങ്ങൾക്ക് ഇഷ്ടം, അതുപോലെ അവർ നിർമ്മിച്ചു തരും എന്നുള്ളതിനുള്ള ഒരു സാമ്പിൾ മാത്രമാണ് കാണിച്ചു തരുന്നത്. കണ്ടില്ലേ, ഹെവി അല്ല. മരത്തെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് നന്നായിട്ട് അറിയുന്ന ഒരു ടീം തന്നെയാണ് കോഫീസ്. ഈ ഒരു വുഡ് ഏത് ക്വാളിറ്റിയിലാണ്, അതിൽ എന്തെല്ലാം ട്രീറ്റുകൾ ചെയ്യണം, വർഷങ്ങളോളം നിൽക്കണം എന്നുള്ളതിന് നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാൻ അവർക്ക് കഴിയും. അത് തന്നെയാണ് ഹൈലൈറ്റ്. അപ്പോൾ വീട്ടിലേക്ക് നിങ്ങൾ ഫർണിച്ചർ വാങ്ങുന്നതിന് പകരം കസ്റ്റമൈസ് ചെയ്ത് നിങ്ങളുടെ വീട്ടിലേക്ക് നിർമ്മിക്കാനും കൂടെ ഏറ്റവും ആപ്റ്റ് ആവുന്ന ഒരു ടീമാണ് കോഫീസ്. എവിടുന്നാ നിങ്ങൾ ഫർണിച്ചർ വാങ്ങിക്കോളൂ, പക്ഷെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സന്ദർശിക്കേണ്ട ഒരു സ്ഥലം കൂടെ ആണ് ഈ കോഫീസിന്റെ പ്രൊഡക്ഷൻ. ഫർണിച്ചറുകൾ വാങ്ങുന്ന ആൾക്കാർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സ്ഥാപനം തന്നെയാണ് ഈ കോഫീസ്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രൊഡക്ഷനും അതുപോലെ ഡിസ്പ്ലേയും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങ് വാങ്ങിപ്പോകും. ഹായ് ഫ്രണ്ട്സ്, വീടിന്റെ ഇന്റീരിയർ മരത്തടി കൊണ്ട് ചെയ്യാൻ പറ്റുമോ? പലർക്കും ആശങ്കയാണ് ഇന്നത്തെ കാലത്ത് ചെതല് പിടിക്കോ, അതല്ലെങ്കിൽ കുത്തുവോ, അതുമല്ലെങ്കിൽ ബെൻഡാകുമോ, ഇങ്ങനെ ഒരുപാട് ടെൻഷൻ ഉണ്ടാകുമ്പോൾ വീട് പണിക്ക് ഒരു ടെൻഷനും കൂടാതെ ക്വാളിറ്റിയുള്ള വുഡ് കൊണ്ട് വാർഡ്രോബുകളാണെങ്കിലും സ്ലൈഡിംഗ് വാർഡ്രോബുകളാണെങ്കിലും TV യൂണിറ്റ് ആണെങ്കിലും പാർട്ടീഷനുകളാണെങ്കിലും വീടിലെ കംപ്ലീറ്റ് ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ ചെയ്തു തരുന്ന ഒരു ടീമിന്റെ കൂടെ, അതെ, കോഫീസ് ഇന്നോവേഷന്റെ പ്രൊഡക്ഷൻ യൂണിറ്റിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. വെറുതെ പറയുകയല്ല, ഒരു വീട്ടിലേക്കെന്നല്ല, ഒരു നാട്ടിലേക്ക് വേണ്ട എല്ലാതരം ഫർണിച്ചറുകളും നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന ടീം. വീട് പണിയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അറിവുകൾ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഡെക്കോ ഡിസൈന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സലീം ആലുക്കൽ. കോഫീസിന്റെ പ്രൊഡക്ഷനിൽ വന്നാൽ മാനേജിംഗ് ഡയറക്ടർ നജിമുദ്ദീനെ കാണാം. അസ്സലാമലൈക്കും. നല്ല വിശേഷം. നമ്മൾ ഈ ഒരു പ്രൊഡക്ഷനിൽ ഓരോ പ്രാവശ്യം വരുമ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക. ഒരുപാട് ആൾക്കാർക്ക് സംശയമാണ്, നമ്മൾ ഫർണിച്ചറുകൾ കൊണ്ട് അല്ലെങ്കിൽ വുഡ് കൊണ്ട് ഇന്റീരിയർ ചെയ്യാൻ പറ്റുമോ, അത് PVC വേണം, WPC വേണം, മൾട്ടിവുഡ് തന്നെ വേണം എന്നുള്ള ഒരു ആശങ്ക. ഓക്കെ, നമുക്ക് എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഇവിടെ ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമുക്കൊന്ന് ജസ്റ്റ് ആ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം, ഞാൻ കാണിച്ചു തരാം. കണ്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, അതാണ് ഉദ്ദേശിച്ചത് അല്ലേ? ഇവിടെ ഒരുപാട് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് കാണിച്ചു കൊടുക്കണ്ടേ. ഇപ്പൊ വാർഡ്രോബുകള് അല്ലെ, അലമാരകള് നമ്മൾ സാധാരണ WPC-യിലും മൾട്ടിവുഡിലൊക്കെ ചെയ്യുന്ന സംഭവം. അതെ, നമ്മളിത് ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ് മഹാഗണി ട്രീറ്റഡ് വുഡ് ആണ്. ഇതിന്റെ ബാക്ക് പാനൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് WPC ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ബാക്ക് പാനൽ അല്ലേ? ഓക്കെ. ഇനി ഞങ്ങൾ ചുമരിൽ ചാരി, അതെ, ചുമര് നമ്മൾ ഈ ബാത്റൂമിന്റെ സൈഡിലും ഇതൊക്കെ വരുമ്പോ എന്തെങ്കിലും വാട്ടർ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ ആണ്. അതെ, ഇത് എന്ത് വുഡില്? ഇത് മഹാഗണി സോളിഡ് വുഡ് ആണ്. സോളിഡ് വുഡ് ആണ്, ഫുൾ ഡബിൾ ഹൈറ്റ് കൊടുക്കും. അതെ അതെ. ഇത് നമ്മള് സ്ലൈഡിംഗ് ഡോർ, ഇതൊക്കെ വുഡ് തന്നെയാണ്. ഇത് വുഡല്ല, ഇത് വെനീറാണ്. ഈ ഡോറുകൾ നമ്മൾ വെനീറാണ് കൊടുത്തിട്ടുള്ളത്. വെനീറാണ്. ഇതിന്റെ ആക്സസറീസ് കംപ്ലീറ്റ് നമ്മൾ എറ്റിഷിലാണ് കൊടുത്തിട്ടുള്ളത്. ഇത് കംപ്ലീറ്റ് ഒരു വീട്ടിലേക്ക് പോകേണ്ട പ്രൊഡക്റ്റുകളാണ്. ഇത് അവരുടെ ഒരു വീട്ടിലേക്കുള്ള ഒരു പാർട്ടീഷൻ ആണ്. ഓ, ഇത് വലിയ ഇത് അതിലേക്ക്, അതെ, ഇത് തേക്കൂട്ടാണ്. ഇതൊക്കെ ഇത് TV യൂണിറ്റ് ആണ്, അതിലേക്കുള്ളതാണ്. ഓക്കെ, അതായത് ഒരു വീട്ടിലേക്ക് വേണ്ട കംപ്ലീറ്റ് ഫർണിച്ചർ. കംപ്ലീറ്റ് ഇതൊരു മാനുഫാക്ചർ യൂണിറ്റ് ആണ്. കസ്റ്റമർക്ക് ഇവിടെ വന്നിട്ട് ആൾക്ക് എങ്ങനെ വേണം എന്നുള്ളത് അവർക്കാണ് തീരുമാനിക്കാനുള്ള ഓപ്ഷൻ. അവർക്ക് ഇത് മൾട്ടിവുഡ് വേണോ, അതോ ഇതിന്റെ ബാക്ക് സൈഡ് വുഡ് വേണോ, തേക്ക് വേണോ, മഹാഗണി വേണോ, ഹാഷ് വേണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് തീരുമാനിക്കാം. കസ്റ്റമൈസേഷൻ അതാണ് മെയിൻ. ഏതൊക്കെ വുഡിലാണ് നിങ്ങളുടെ പ്രൊഡക്ഷൻ? നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് മഹാഗണി, അതേപോലെ തന്നെ ടീക്ക് വുഡ്, ഫോറസ്റ്റ് ടീക്ക്, ഹാഷ് വുഡ്, ബീച്ച്, ഹോക്ക്, കരിവാക, ഇതാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. ഈ ഒരു വുഡാണ് നമ്മൾ കാര്യമായിട്ട് ചെയ്യുന്നത് അല്ലെ? ഇപ്പൊ ഇവിടെ പ്രൊഡക്ഷൻ നടക്കുന്നത്
വാർഡ്രോബ് ആണോ ഈ പ്രൊജക്റ്റിലേക്കുള്ളതാണോ? അതെ അതെ, ഇത് കംപ്ലീറ്റ് ഈ ഒരു പ്രൊജക്റ്റിലേക്കുള്ളതാണ്. ഈ കംപ്ലീറ്റും ഈ ഒരു പ്രൊജക്റ്റിലേക്കുള്ള ഫർണിച്ചർ, ഒരു വീട്ടിലേക്കുള്ള സാധനങ്ങളാണ്. ഓക്കെ, ഇതാ അവിടെ നല്ല വാർഡ്രോബ് വീണ്ടും കാണുന്നു. അതുപോലെ പാർട്ടീഷനുകൾ, ഷെൽഫുകൾ ഒക്കെ ഉണ്ട് അല്ലെ? അതെ അതെ. ഫർണിച്ചർ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രോസസ് ഉണ്ട് അല്ലെ? ഇവിടെയൊക്കെ ഓരോ പ്രോസസ്സുകൾ. ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷം ആദ്യ പ്രോസസ്സിങ് ഇതാണ്. ഇതിപ്പോ നമ്മളെ ആവശ്യാർത്ഥം നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ടെംപ്ലേറ്റ്. അതെ അതെ, ഓരോ ടെംപ്ലേറ്റിലേക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആ ഒരു പ്രോസസ് ഇവിടെ നടക്കും. ഇവിടെ ഓരോരോ ഏരിയകളിലെ ഓരോ പ്രോസസ്. ഇത് പ്ലെയിനിങ് ഏരിയ ആണ്. പ്ലെയിനിങ്ങും കാര്യങ്ങളും ഇവിടെ നടക്കുന്നു. ഇത് അതിന്റെ ഡിസൈൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മാനുഫാക്ചർ യൂണിറ്റിലേക്ക് കയറി മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്തു ഇവിടെ. ഇതെന്താ ഒരു ബെഞ്ചാണോ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്? അതായത് ടീക്കിൽ വരുന്ന ഒരു ബെഞ്ചാണ്. ഫുള്ള് സോളിഡ് ആണ്. ട്രീറ്റഡ്. അതെ, ട്രീറ്റഡ് വുഡ് ആണ്. ഫുള്ള് സോളിഡ് ആണ്. സോളിഡ് ആണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു സിമ്പിൾ. ഇത് അതിന്റെ തന്നെ ഹാഷ് വുഡിൽ ചെയ്തിട്ടുള്ളതാണ്. അതെ അതെ, ഇതിന്റെ തന്നെ ഹാഷ് വുഡ് ആണ് ഇത് വരുന്നത്. അപ്പൊ വുഡിന്റെ കസ്റ്റമൈസേഷൻ നിങ്ങൾക്ക് കസ്റ്റമർ പറയുന്നതിനനുസരിച്ച്. അതെ, കസ്റ്റമർക്ക് ഇതൊരു മാനുഫാക്ചർ യൂണിറ്റ് ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെ വേണമെങ്കിലും അവർക്ക് തീരുമാനിക്കാം. അവരെ തീരുമാനത്തിനനുസരിച്ചാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. ഇതൊക്കെ എന്താണ് ലഗുകൾ? ഇത് കണ്ടില്ലേ, ഓരോ ഇതിന്റെ വെയിറ്റ് ഒന്ന് നോക്കിയാൽ അറിയാം. അത് ഫുള്ള് ട്രീറ്റഡ് ആണ്. ട്രീറ്റ് ചെയ്ത വുഡാണ്. അതെ, അതാണ് വെയിറ്റ് കുറച്ച്. ഇതില് മോയ്സ്ചർ കണ്ടന്റ് ഇല്ല. ഫുള്ള് ഡ്രൈ ആയി. അത് കെമിക്കൽ ചെയ്ത് ട്രീറ്റ് ചെയ്ത് വന്ന വുഡാണ്. ഓക്കെ, അപ്പൊ ഇതുപോലുള്ള ഫർണിച്ചറുകളുടെ ചെതല് പിടിക്കുമെന്നുള്ള ടെൻഷൻ ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നും വരില്ല. അടിപൊളിയായിട്ട് നമുക്ക് അവിടെ നിന്നോളൂ എത്ര വർഷം വേണമെങ്കിലും. ഏത് വുഡാണ് നല്ലത് എന്ന് ഒരാളോട് ചോദിക്കാം. നമ്മൾ ഇത്രയും വുഡ് ചെയ്യുന്നുണ്ട്. വുഡ് എന്താണെന്നുള്ളതല്ല, അത് ശരിക്കും പ്രോപ്പർ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടിട്ടുള്ളതാണ്. നമ്മൾ തേക്ക് ചെയ്താലും ചെതല് പിടിക്കുന്ന വീടുകളുണ്ട്. പക്ക നമ്മൾ ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ ഒരു കംപ്ലൈന്റ് വരില്ല. അപ്പൊ ഇതിന്റെയൊക്കെ പ്രൊഡക്ഷനില് അക്യുറസി ഭയങ്കര കറക്റ്റ്. അതിന്റെ സാൻഡിങ് ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും. നമ്മൾ ചെയ്യുന്ന കാർപ്പൻറ്റർ ഫിനിഷില് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടാവും. ഉണ്ടാവും അല്ലെ? അപ്പൊ അത് ഓരോന്ന് ചെയ്ത് അവിടെ എടുത്തു വെച്ചോണ്ടിരിക്കാട്ടോ. അതാണ് ഇപ്പൊ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെന്താണ് പ്രോസസ്? ഇത് ഒരു ഡൈനിങ് ടേബിളിന്റെ ടോപ്പാണ്. അഥവാ ഇനി ഇതിന്റെ മുകളിൽ മാർബിൾ ടോപ്പാണ് വരിക. അതിന്റെ ഒരു ബേസ് ആണിത്. ഓക്കെ, അതാണ് ഇവിടെ നടക്കുന്നത്. ഒരു ബേസ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് അതേപോലെ ഒരു ഹാഷ് വുഡിൽ ഒരു സിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിങ്ങിന്റെ പാറ്റേൺ ആണ്. ഇതുപോലെ ഡീറ്റെയിൽ കർവ്. അതായത് ഉള്ളിൽ നമുക്ക് കെയിൻ വർക്ക് ആണ് വരുന്നത്. ഓക്കെ, അത് നല്ലൊരു ഡിസൈൻ ആയി മാറും അല്ലേ? അതെ. ഇവിടെയൊക്കെ ഒരുപാട് ഫർണിച്ചറുകൾ നിരത്തി വെച്ചിരിക്കുന്നത് ഇതൊക്കെ ഓരോ പ്രൊജക്റ്റിലേക്കാണോ? അങ്ങനെയാണ് ഇതിന്റെ കാര്യം? ഷോപ്പുകളിലേക്കാണോ അതോ പ്രൊജക്റ്റിലേക്കാണോ? ഇത് ഷോപ്പുകളിലേക്കും ഉണ്ട്, പ്രൊജക്ടുകളിലേക്കും ഉണ്ട്. ഓരോ സെക്ഷൻ. ഇതിപ്പോ ഒരു പ്രൊജക്റ്റിലേക്കാണ്, അത് ഷോറൂമിലേക്കാണ്. ഓരോ അർജന്റ് കാര്യങ്ങൾ നോക്കിയിട്ട് ഓരോ ഇതിനനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ആ കാണുന്നത് ഒരു ബക്കറ്റ് പോലെ ഡിസൈൻ ഇത് ഡൈനിങ് ടേബിളിന്റെ ലെഗ് ആണ്. ഡൈനിങ് ടേബിൾ തന്നെയാണ്. അതിങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇത് HDF വുഡ് മിക്സ് ആണ്. മിക്സ് ചെയ്ത് കസ്റ്റമർ എന്താണോ പറയുന്നത് അതിനനുസരിച്ചാണ് കോസ്റ്റും കാര്യങ്ങളൊക്കെ അവർക്ക് ബാലൻസ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യമാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതിന്റെയൊക്കെ ഡിസൈനുകൾ നിങ്ങൾ തന്നെയാണോ ഓരോ ഡിസൈൻ? അല്ല, നമുക്കിത് ഡിസൈൻ ചെയ്യുന്ന ഒരു ടീം തന്നെ. ഓക്കെ, കാരണം ഫർണിച്ചറുകൾ ഓരോ കാലത്തിനനുസരിച്ച് മാറ്റം വന്നുകൊണ്ടിരിക്കും. അതിനനുസരിച്ചുള്ള ഡിസൈനുകൾ ഉണ്ടാക്കേണ്ടിയിരിക്കും. ഇത് ഞാൻ എടുത്തു പറയാനുള്ള കാരണം ഇവിടെ ചെയർ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതെന്താ ഒരു മാലമുത്ത് കോർത്തതുപോലെ? ഇതൊരു ആർക്കിടെക്ട് ഇപ്പൊ നമുക്ക് ഇത് കോട്ടയത്ത് നിന്ന് ഒരു ഓർഡർ വന്നതാണ്. അപ്പൊ ഒരു ആർക്കിടെക്ടിന്റെ ഓർഡർ ആണ്. അവർക്ക് ഈ ഒരു ഡിസൈൻ തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്തു കൊടുത്തതാണ്. ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഫുള്ള് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് കൂടുതലും നമുക്ക് ഇവിടെ കാണാൻ കഴിയും. സാധാരണ ചെയർ, ടേബിള്, അതുപോലെ വാർഡ്രോബ് ഒക്കെ എല്ലാവർക്കും വേണം. അതിൽ വ്യത്യസ്തത കൊണ്ടുവരാന്നുള്ളത് തന്നെയാണല്ലോ. അതാണ് ഓഫീസ്. നമ്മൾ ഇത്രയും പ്രൊഡക്ഷൻ യൂണിറ്റ് കാണിച്ചപ്പോ പലരും ചോദിച്ചോണ്ടിരിക്കുക, നമുക്ക് ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണാൻ വല്ല ഓപ്ഷൻ ഉണ്ടോ? അല്ല, നമുക്ക് ഇവിടെ എക്സ്പീരിയൻസ് സെന്റർ, നമ്മൾ പ്രീമിയർ ലോഞ്ച് എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്പീരിയൻസ് സെന്റർ ഇതിന് തൊട്ടടുത്ത് തന്നെ. അതെ, നമുക്ക് പോയിരുന്ന് കാണാം. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണാനുള്ള സൗകര്യമുണ്ട്. കസ്റ്റമർ വരികയാണെങ്കിലും അവർക്ക് ഒരു ആശങ്കയും വേണ്ട. അവിടെ വന്ന് കണ്ട് ഫാക്ടറി കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം നമുക്ക് ഓർഡർ ചെയ്താൽ മതി. ഓക്കെ, എനിക്ക് തോന്നുന്നത് ഇവിടെ ഈ ഒരു പ്രൊഡക്ഷൻ ഒക്കെ കണ്ട് കസ്റ്റമർ ഡയറക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവർ ഇവിടെ തന്നെ എടുക്കുള്ളൂ. അതെ, എന്തായാലും അവർ ഇവിടെ തന്നെ എടുക്കുള്ളൂ. എന്നിരുന്നാലും നമുക്ക് അവരുടെ പ്രൊഡക്ഷന് അപ്പുറം ഇവിടെ പുതിയ മോഡലുകൾ ചെയ്തു വെച്ചൊന്ന് കണ്ടാലോ? തീർച്ചയായിട്ടും കാണാം. ഇനി നിങ്ങൾക്ക് ഇവരുടെ ഫർണിച്ചറുകൾ കാണണമെങ്കിൽ ഒരു ഡിസ്പ്ലേ ഏരിയ തന്നെ ഒരുക്കിയിരിക്കുകയാണ്. ഇതാ പ്രീമിയർ ലോഞ്ച്. ചില്ലറ ഡിസ്പ്ലേ ഏരിയ അല്ല, പ്രീമിയം ഫർണിച്ചറുകൾ നിങ്ങളുടെ വീട്ടിൽ ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. നിരവധിയായിട്ടുള്ള ഫർണിച്ചർ, ഡൈനിങ് ടേബിൾ ആണെങ്കിലും, സോഫകളാണെങ്കിലും, ബെഞ്ചുകളാണെങ്കിലും, ഡെസ്കുകളാണെങ്കിലും എന്ന് വേണ്ട എല്ലാ തരം ഫർണിച്ചറുകളും നോക്കി. ഈ ഓരോ ഫർണിച്ചറും ഏത് രീതിയിലാണ് അവർ നിർമ്മിച്ചിട്ടുള്ളത്, അതിന്റെ ഫിനിഷും ആണ് ഇതിലെ ഹൈലൈറ്റ്. ഇതൊന്നൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം അവരുടെ വർക്ക് ക്വാളിറ്റി എന്തായാലും ഫിനിഷ്. നല്ല ഒന്നാം തന്നെ തേക്കിൽ ചെയ്ത കില്ലൻ ഡൈനിങ് ടേബിൾ ആണ്.
ഇത് നേരെ അങ്ങ് കൊണ്ടുവച്ചാൽ വീട് വേറെ ലെവൽ. പക്ഷെ നിങ്ങളുടെ വീട്ടിൽ കസ്റ്റമൈസ് ആയിട്ട് നിങ്ങളുടെ വീടിന്റെ അളവിനനുസരിച്ച് ഓരോന്നും നിർമ്മിച്ചു തരുന്ന ഒരു ടീമാണ് കോഫീസ്. അതുകൊണ്ടാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. കണ്ടില്ലേ, ഒരു മരത്തടിയുടെ ഒരു പീസ് വെച്ചതുപോലെ നല്ല കരിവാകയുള്ള ഒരു സിറ്റ് ഔട്ട് ബെഞ്ച് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഏരിയ ബെഞ്ച് ആ മാർബിൾ ടോപ്പിലും അവർ ചെയ്തു തരും. ഇതുപോലെ നിരവധിയായിട്ടുള്ള ഫർണിച്ചറുകൾ, ഇതുപോലെ ബോക്ലെ ഫാബ്രിക്കുള്ള സോഫകളാണെങ്കിലും ഡിഫറെന്റ് ലെഗുകളാണെങ്കിലും ടേബിളുകളാണെങ്കിലും ഡൈനിങ് ആണെങ്കിലും ഇവിടെ ലഭിക്കും. നമ്മൾ ഇത് ഓരോന്ന് നിങ്ങൾക്ക് ഇത് വാങ്ങിക്കൊള്ളൂ എന്നല്ല പറയുന്നത്. നിങ്ങളെ വീടിന് ഏതാണോ ആപ്റ്റ്, ഏത് മോഡലാണോ നിങ്ങൾക്ക് ഇഷ്ടം, അതുപോലെ അവർ നിർമ്മിച്ചു തരും എന്നുള്ളതിനുള്ള ഒരു സാമ്പിൾ മാത്രമാണ് കാണിച്ചു തരുന്നത്. ഇത് കണ്ടില്ലേ, എന്താണ് അതിന്റെ ഫീല്? ആ ക്ലാസിക് ലുക്ക് വരുന്നു. ഈ ഒരു ചെയറൊക്കെ എടുത്ത് പറയണം, എന്താ ലുക്ക് കണ്ടില്ലേ. ഹെവി അല്ല, മരത്തെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് നന്നായിട്ട് അറിയുന്ന ഒരു ടീം തന്നെയാണ് കോഫീസ്. വർഷങ്ങളായിട്ട് ഒരുപാട് പേർക്ക് ഫർണിച്ചറുകൾ സെറ്റ് ചെയ്ത് കൊടുത്ത ടീം. ഈ ചെയറിൽ ഇരുന്നപ്പോ തന്നെ അതിന്റെ ഒരു ലെവല് വേറെ തന്നെ. കാരണം കണ്ടില്ലേ, ഈ ഒരു ഫീല്, ഈ ഒരു കർവ്, ഇതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിരിക്കുന്നു. ഏതൊരു കളർ കോമ്പിനേഷനിലും നിരവധിയായിട്ടുള്ള ഫർണിച്ചറുകൾ ചെയ്ത് കാണിച്ചു തന്ന ടീം. ഇത് കണ്ടില്ലേ, സിമ്പിൾ ആയിട്ടുള്ള ചെയർ, സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ, ഇതൊക്കെ കൊടുക്കും. അതുപോലെ മോഡേൺ ആയിട്ടുള്ള സോഫകൾ എങ്ങനെ ചെയ്യണം, ഏത് കളർ കോമ്പിനേഷനിൽ ചെയ്യണം എന്നൊക്കെ ആൾക്കാർക്ക് സംശയം ഉണ്ടാവും. പിന്നെ അതിനൊക്കെ അപ്പുറം ഇന്നത്തെ കാലത്ത് ക്വാളിറ്റി അത് തന്നെയല്ല പ്രധാനം. ഈ ഒരു വുഡ് ഏത് ക്വാളിറ്റിയിലാണ്, അതിൽ എന്തെല്ലാം ട്രീറ്റുകൾ ചെയ്യണം, വർഷങ്ങളോളം നിൽക്കണം എന്നുള്ളതിന് നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാൻ അവർക്ക് കഴിയും. അത് തന്നെയാണ് ഹൈലൈറ്റ്. ഇതുകൊണ്ടാണ് നമ്മൾ ഫർണിച്ചർ വാങ്ങുമ്പോൾ ക്വാളിറ്റി ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. ഈ ഓരോ ലെവലായിട്ടുള്ള കാര്യങ്ങൾ, കർവ് ആണെങ്കിലും ഡീറ്റെയിൽ ആണെങ്കിലും അതിൽ വരുന്ന പോളിഷിന്റെ ഫിനിഷ് ആണെങ്കിലും വെറൈറ്റി ആണ്. അത് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ആളുകളുടെ അടുത്തുനിന്ന് വേണം നിങ്ങൾ ഫർണിച്ചർ വാങ്ങാം. ഇതൊന്ന് നോക്കി, മോഡേൺ ആയിട്ടുള്ള ഫർണിച്ചറുകൾ ഒരുപാട് ഡിസൈൻ അവർ നിർമ്മിക്കുന്നുണ്ട് എന്നുള്ളതിനുള്ള ഉദാഹരണങ്ങളാണ് ഇവിടേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ വീട്ടിലേക്ക് നിങ്ങൾ ഫർണിച്ചർ വാങ്ങുന്നതിന് പകരം കസ്റ്റമൈസ് ചെയ്ത് നിങ്ങളുടെ വീട്ടിലേക്ക് നിർമ്മിക്കാനും കൂടെ ഏറ്റവും ആപ്റ്റ് ആവുന്ന ഒരു ടീമാണ് കോഫീസ്. ഒരുപാട് ഡൈനിങ് ടേബിളുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ സോഫകളൊക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണാൻ പറ്റും. ഇത് നിങ്ങൾക്കൊരു ഡിസ്പ്ലേ ഏരിയ ആണ്. അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവരെ കൊണ്ട് ഇത് സാധിക്കുന്നു. പക്ഷെ ഞാനത് വെറുതെ പറയല്ല, വർഷങ്ങളായിട്ട് ഇതുപോലെ ഫർണിച്ചറുകൾ നിർമ്മിച്ചു തരുന്ന ഒരു ടീം തന്നെയാണ് കോഫീസ്. ഫർണിച്ചർ വാങ്ങണം എന്ന് വിചാരിച്ച് നടക്കുന്ന ആൾക്കാർ നിർബന്ധമായിട്ട് സന്ദർശിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് കോഫീസ്. അവരുടെ പ്രൊഡക്ഷനും അതുപോലെ തന്നെ അവരുടെ ഡിസ്പ്ലേ ഏരിയകളും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വാങ്ങിപ്പോകും. എവിടുന്നാ നിങ്ങൾ ഫർണിച്ചർ വാങ്ങിക്കോളൂ, പക്ഷെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സന്ദർശിക്കേണ്ട ഒരു സ്ഥലം കൂടെ ആണ് ഈ കോഫീസിന്റെ പ്രൊഡക്ഷൻ. കാരണം ഫർണിച്ചറുകൾ എന്ന് പറഞ്ഞാൽ അതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ, വുഡ് ആണെങ്കിലും അതിന്റെ ട്രീറ്റ്മെന്റ് ആണെങ്കിലും അതിന്റെ വർക്ക് ആണെങ്കിലും ശ്രദ്ധിച്ച് വേണം, ഇല്ലെങ്കിൽ വർഷങ്ങളോളം നിലനിൽക്കില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന സത്യം തന്നെയല്ലേ. വീട്ടിലേക്ക് വെറുതെ ഒരു ഫർണിച്ചർ വാങ്ങിയിടുന്ന ആൾക്കാരോടല്ല ഞാൻ പറയുന്നത്. വീട്ടിലേക്ക് നിങ്ങളുടെ മൊത്തം ഡിസൈനും ഫർണിച്ചർ ഐഡിയകളും ഒക്കെ ഷെയർ ചെയ്ത് അത് പ്രൊഡക്ഷൻ എങ്ങനെ ചെയ്യുന്നു എന്നും അത് പ്രൊഡക്റ്റ് ചെയ്താൽ എങ്ങനെയുണ്ടെന്നും ഒക്കെ കണ്ടറിഞ്ഞ് തൊട്ടറിഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് സെന്റർ, അതാണ് കോഫീസ്. ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രോസസ്സുകൾ ഉണ്ടാവും. പോളിഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബെഡ് കോട്ടുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോളിഷ് എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് പോളിഷ് ഉണ്ട്, മാനുവലി ഉണ്ട്, അതുപോലെ ഇതുപോലെ മെഷീനറി യൂസ് ചെയ്ത് പെർഫെക്റ്റ് ആക്കി മാറ്റുക എന്നുള്ളത് ഒരു വലിയ ചലഞ്ച് തന്നെയാണ്. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇങ്ങനെ കയറി പോകുന്നുണ്ടല്ലോ. ഇതിപ്പോ ഒരു കണ്ണൂരിലേക്കുള്ള ഒരു പ്രൊജക്ട് ആണ്. അതെ അതെ അതെ, ഫുൾ ലോഡാണ്. അതെ, ഇത് ഒരു ഷോറൂമിലേക്കുള്ളതാണ്, തമിഴ്നാട്ടിലേക്കുള്ളതാണ്. തമിഴ്നാടാണ് അല്ലെ. ഇവിടുന്ന് അങ്ങനെ സൗത്ത് ഇന്ത്യ മുഴുവനായിട്ട് കയറി പോകുന്നുണ്ട്. നമ്മൾ സൗത്ത് ഇന്ത്യ മൊത്തം ഏകദേശം കവർ ചെയ്തുകൊണ്ടാണ് സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോ പ്രൊഡക്റ്റുകൾ ഇവിടെ ഒരുപാട് പാക്ക് ചെയ്ത് നല്ല പാക്കിങ്ങിൽ തന്നെ പോകുന്നുണ്ട്. കോട്ടാണ്, കോട്ടൊക്കെ ഫുള്ള് നമ്മൾ ബോക്സ് പാക്കിങ്ങും കാര്യങ്ങളും നമുക്ക് ഒരുപാട് ദൂരത്തേക്ക് വിടാണ്ട് കേസ് ഉണ്ടായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പാക്ക് ചെയ്താലേ നമുക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ ആ ഒരു ഏരിയയിലാണ് നമ്മളുള്ളത്. പ്രൊഡക്റ്റുകൾ ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ്. പാക്ക് ചെയ്ത് പോട്ടെ. അപ്പൊ നമ്മുടെ വ്യൂവേഴ്സ് ഇനിയും വരും, ഇനിയും വരും. എല്ലാവർക്കും വരാം, ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്ത് പോവാം. അതെ, നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നഷ്ടമാവില്ല. ഇവിടെ വന്ന് വാങ്ങണം എന്ന് ഞാൻ പറയുന്നില്ല, അവിടെ വന്ന് കണ്ട് മനസ്സിലാക്കി വാങ്ങിപ്പോകും. അതാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.